മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ഏവർക്കും പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിച്ഛേദനയുടെ ആത്മീകാർത്ഥം എന്നതാണ്. വേദഭാഗം 17:10 എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതികൾക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. കൊലോസ്യർ 2:11 അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഫിലിപ്പിയർ 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പരിച്ഛേദന നിയമത്തിന്റെ അടയാളമാണ്. പ്രിയരെ, അബ്രഹാം 99 വയസ്സായിരിക്കുമ്പോൾ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരു നിയമത്തിന്റെ അടയാളം നൽകി. ആ അടയാളമാണ് പരിച്ഛേദന. ഇന്ന് നാം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവ നിയമത്തിന്റെ അടയാളം ഉണ്ടോ? ഒന്നാമതായി, പരിച്ഛേദന എന്നത് ദൈവബന്ധത്തിന്റെ മുദ്രയാണ്. ദൈവം അബ്രഹാമുമായി ഒരു നിത്യ നിയമം സ്ഥാപിച്ചു. ആ നിയമത്തിന് ഒരു ദൃശ്യമായ അടയാളം നൽകി. റോമർ 4:11 അവന് നീതിയുടെ മുദ്രയായി പരിച്ഛേദന ലഭിച്ചു. പരിച്ഛേദന രക്ഷയല്ല, അത് നീതിയുടെ മുദ്രയാണ്. ഇന്ന് വിശ്വാസിക്ക് മുദ്ര എന്താണ്? പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. നാം മുദ്രയേറ്റവരാണ്. എഫേസ്യർ 1:13. രണ്ടാമതായി, പരിച്ഛേദന വേർതിരിവിന്റെ അടയാളമാണ്. ഇസ്രായേൽ ജനത്തെ മറ്റു ജാതികളിൽ നിന്ന് വേർതിരിക്കാൻ ദൈവം ഈ അടയാളം നൽകി. 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. വിശുദ്ധി എന്നത് ലോകത്തിൽ നിന്ന് ഓടിമാറുക അല്ല, ലോകത്തിൽ വിശുദ്ധമായി ജീവിക്കുകയാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വെട്ടിമാറ്റപ്പെടണം. അവ പാപശീലങ്ങൾ, അഹങ്കാരം, അനുസരണക്കേട് തുടങ്ങിയവയാണ്. ദൈവജനത്തിന് വേറിട്ട സ്വഭാവക്കാരായിരിക്കും. മൂന്നാമതായി, പരിച്ഛേദന ഹൃദയത്തിന്റെ ആത്മീയ അനുഭവമാണ്. പഴയ നിയമത്തിൽ അത് ശാരീരികമായിരുന്നു. പുതിയ നിയമത്തിൽ അത് ഹൃദയത്തിന്റെ കാര്യമാണ്. റോമർ 2:29 ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് കാണുന്നു. കൊലോസ്യർ 2:11 കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് കാണുന്നു. ഇന്ന് ദൈവം നമ്മുടെ ശരീരത്തിൽ അടയാളം അന്വേഷിക്കുന്നില്ല, എന്നാൽ ഹൃദയത്തിൽ മാറ്റം വന്നുവോ എന്ന് അന്വേഷിക്കുന്നു. ഹൃദയ പരിച്ഛേദന എന്താണ്? പാപസ്വഭാവം വെട്ടിമാറ്റപ്പെടുന്നു, ആത്മീയ പുതുക്കൽ സംഭവിക്കുന്നു, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. നാലാമതായി, പരിച്ഛേദന സമർപ്പണത്തിന്റെ വേദനയെ കാണിക്കുന്നു. പരിച്ഛേദന വേദനയുള്ള ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ ആ വേദനയ്ക്ക് പിന്നിൽ ഒരു വലിയ ദൈവിക വാഗ്ദാനം അബ്രഹാമിനുണ്ടായിരുന്നു. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ ചില ബന്ധങ്ങൾ മാറും, ചില ആഗ്രഹങ്ങൾ മുറിക്കപ്പെടും, ചില വഴികൾ അടച്ചുപൂട്ടപ്പെടും. എബ്രായർ 12:11 നാം വായിക്കുന്നത് ശിക്ഷയുടെ ഫലം നീതിയുടെ സമാധാനമാണ്. അഞ്ചാമതായി, പരിച്ഛേദന അനുസരണത്തെ കാണിക്കുന്നു. അബ്രഹാം ഉടനെ അനുസരിച്ചു, വൈകിയില്ല, ചോദ്യം ചെയ്തില്ല. ദൈവത്തിന്റെ നിയമം കേട്ടപ്പോൾ അവൻ പ്രവർത്തിച്ചു. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് ഇത് വെട്ടിമാറ്റുക, ഇത് വിട്ടുകളയുക, ഇത് മാറ്റുക എന്നൊക്കെയാണ്. നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പ്രിയരെ, പരിച്ഛേദന എന്നത് വെറും ശാരീരിക ചടങ്ങല്ല, അത് ദൈവബന്ധത്തിന്റെ മുദ്രയാണ്. അത് വേർതിരിവിന്റെ അടയാളമാണ്. അത് ഹൃദയ പരിവർത്തനത്തിന്റെ അടയാളമാണ്. അത് വേദനയിലൂടെയുള്ള അനുഗ്രഹമാണ്, അനുസരണത്തിന്റെ തെളിവാണ്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നിന്റെ ഹൃദയം പരിച്ഛേദിതമായിട്ടുണ്ടോ? ദൈവനിയമത്തിൽ ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ഉറപ്പാണ്. അബ്രഹാമിന്റെ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. ലളിതമായി പറഞ്ഞാൽ, പരിച്ഛേദന എന്നത് ജഡത്തിന്റെ നീക്കം ചെയ്യലാണ്. അങ്ങനെയുള്ളവർ ജഡത്തിൽ ആശ്രയിക്കുന്നവരല്ല. അതിനാൽ
ദൈവമക്കൾക്കിടയിലെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ജഡം എന്താണെന്ന് അറിയില്ല എന്നതാണ്. പല ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന ജഡം പാപത്തിന്റെ കാര്യവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ജഡം നമ്മെ പാപം ചെയ്യുവാൻ ഇടയാക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ജഡം മനുഷ്യനെ പാപം ചെയ്യുവാൻ മാത്രമല്ല ഇടയാക്കുന്നത്. റോമർ 8:8 പറയുന്നത് ജഡത്തിൽ ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാണ്. നമ്മുടെ ജഡം പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മിൽ തന്നെ ആശ്രയിക്കുവാൻ കഴിയില്ല. നാം ആത്മവിശ്വാസത്താൽ നിറഞ്ഞവരാകില്ല. നാം നമ്മുടെ അഭിപ്രായങ്ങൾ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യില്ല. കർത്താവിന്റെ മുമ്പാകെ നാം ബലഹീനരും ശക്തിയില്ലാത്തവരും നിസ്സഹായരും ഇടറുന്നവരുമാണെന്ന് നാം മനസ്സിലാക്കും. താഴ്മയുള്ളവരാണ്. ഇങ്ങനെ താഴ്മയോടെ ജീവിക്കാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹൃദയപരിച്ഛേദനയുള്ളവരായി ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ, ഹെവൻലി വിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.